ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഷീഷിയോങ് ആണെങ്കിൽ ഇപ്പോൾ ചെങ്ങ് ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് അവനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്ത് സംസാരിച്ചിട്ട് എനിക്കാണെങ്കിൽ കുറച്ച് പൈസ നീ കടം തരണമെന്ന് പറയാണ്. ആ ടൈമിൽ നിനക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ചെങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് 2 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ എങ്കിൽ ആദ്യമാണെങ്കിൽ നീ എൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാനും നിൻ്റെ നമ്പർ സേവ് ചെയ്യാമെന്ന് പറയാണ്. ആ ടൈമിന് അതായത് നിൻ്റെ ഫോൺ നമ്പർ തന്നെയാണോ എന്നിങ്ങനെ ഉറപ്പിച്ച് ഷീഷിയോങ് ചോദിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് രണ്ടുപേരും പരസ്പരം ഫോൺ നമ്പർ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവനാണെങ്കിൽ മെസ്സേജ് അയച്ചാണ് പിന്നെ സംസാരിക്കുന്നത്. ചെങ്ങ അങ്ങനെ നിനക്കിപ്പോൾ എന്തിനാ ഇത്രയും പൈസ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ വേറെ കുറേ പാമ്പുകളെ വാങ്ങാനായിട്ടാണ്. ഞാൻ ഒരു 2000 പാമ്പുകളെ നോക്കി വെച്ചിട്ടുണ്ട്, അതിന് ഞാൻ ഉടനെ വാങ്ങും, അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് പൈസ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ചെങ്ങ് പിന്നെ വേറെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പം തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ തൊട്ടടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ജിയാങ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷീഷിയോങ് ആ ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കുമ്പോൾ ജിയാങ്, നീ ചോദിച്ചോണ്ട് അവൻ നിനക്ക് പൈസ തന്നോ? സീരിയസ്ലി അവനാണെങ്കിൽ നീയുമായിട്ട് കളിക്കാൻ വല്ലോ നിന്നിട്ട് ലാസ്റ്റ് നിനക്ക് പണി തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് ഷീഷിയോങ് പറയുന്നുണ്ട്. പിന്നീട് ഷീഷിയോങ് നേരെ പാമ്പിനെയൊക്കെ വളർത്തുന്ന ആ ഒരു വാങ്ങെന്ന് പറഞ്ഞ ആളുടെ അടുത്ത് പോവുകയാണ്. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു പാമ്പുകളൊക്കെ സെറ്റായോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും 2000 പാമ്പ് റെഡിയാണ്, വേണമെങ്കിൽ ഇനി അതിനൊക്കെ പോയി നോക്കിയിട്ട് വരാൻ പറയുന്നുണ്ട്. എന്നാൽ ഇവന് ഓൾറെഡി അറിയാം ഇയാളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറ്റിപ്പ് കാണിച്ചിട്ടുണ്ട്. ഇയാളാണെങ്കിൽ നല്ല പാമ്പെന്ന് പറഞ്ഞാലും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മോശത്തിനെയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നതെന്ന്. പക്ഷേ എന്നാലും ഇതിപ്പോൾ ചെങ്ങിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പൈസ പോകുന്നതും അത്ര വലിയ കാര്യമുള്ള സംഭവമല്ല. അതുകൊണ്ട് അവൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസം ഉണ്ടെന്ന് അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ എങ്കിൽ പിന്നെ ഓരോ പാമ്പിനും ഇത്ര രൂപ വെച്ചിട്ട് ഒരു 2000 പാമ്പിന് നീ ഒരു 2,20,000 താ, അതാണ് ടോട്ടൽ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ചെങ്ങിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം മാത്രമല്ലേ വാങ്ങിച്ചുള്ളൂ, ആ ഒരു 20,000 ഇല്ല. അതുകൊണ്ട് അവനിപ്പോൾ എൻ്റെ കയ്യിൽ 2 ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് വിഷമിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ട്. ആ സമയം അയാൾ ശരി എന്നാൽ നീ എനിക്ക് 2 ലക്ഷം രൂപ മാത്രം തന്നാൽ മതി, ബാക്കി 20,000 രൂപ നീ ഈ പാമ്പ് വളർത്തുന്ന ആ ഒരു നിൻ്റെ ബിസിനസ്സിൽ ഞാൻ നിനക്ക് തന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കിക്കോളാൻ പറയുന്നുണ്ട്. അവനും ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ചെങ്ങ് ഷീഷിയോങ്ങിന് ആ ഒരു പാമ്പിനെ കൊടുത്ത് വാങ്ങെന്ന് പറഞ്ഞ് അയാളെ കാണാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ചെങ്ങിനെ കാണുമ്പോൾ അയാളൊന്ന് പേടിക്കുന്നുണ്ട്. കാരണം ചെങ്ങ് ആരാണ് എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് തന്നെ വാങ്ങിനറിയാം. അതുപോലെ തന്നെ അയാൾ കൊടുക്കുന്നത് ഹൈബ്രിഡ് അല്ലാത്ത പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുള്ള പാമ്പുകളാണെന്നും ചെങ്ങ് കണ്ടുപിടിക്കുമോ എന്ന് വാങ്ങിന് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങ് ചെങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഹൈബ്രിഡുള്ള പാമ്പുകളല്ലേ വാങ്ങാറ്, അതിവിടെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങിനെ അങ്ങനെയൊന്നും ഒഴിപ്പിച്ചു വിടാൻ പറ്റുന്നില്ല. ചെങ്ങാണെങ്കിൽ അയാളുടെ അടുത്ത് ഞാൻ പാമ്പിനെ വാങ്ങാനായിട്ട് വന്നതല്ല, നിങ്ങൾക്ക് കുറച്ച് പാമ്പിനെ വിൽക്കാനായിട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് കൊണ്ടുവന്ന കുറേ പാമ്പിൻ കൂടുകൾ അതിൽ നിന്ന് ഒരു കൂടെടുത്ത് വാങ്ങിൻ്റെ മുന്നിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 500 പാമ്പുകളോളം വരും. വാങ്ങ് നോക്കുമ്പോഴത്തേക്കും താൻ കുറച്ച് ദിവസം മുമ്പ് ഷീഷിയോങ്ങിന് വിറ്റ അതേ പാമ്പുകളാണ് അതെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അയാൾ ഷീഷിയോങ്ങിന് വിറ്റത് ഹൈബ്രിഡ് അല്ലാത്ത പാമ്പുകളാണെന്ന് ചെങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമോ എന്ന് അയാൾക്കും ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം അയാൾ ഷീഷിയോങ്ങിന് കൊടുത്ത ആ ഒരു പാമ്പുകൾ, ആ ഒരു 2000 പാമ്പുകളുടെ ഗാൾ ബ്ലാഡർ, അതായത് ഈ ഒരു ലിവറിൻ്റെ ആ ഒരു സംഭവം അതാണെങ്കിൽ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചെങ്ങ് പക്ഷേ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ഒരു പാമ്പുകളെ അയാളുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ചെങ്ങാണെങ്കിൽ അതിനെക്കുറിച്ച് വാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വാങ്ങാണെങ്കിൽ ചെങ്ങിനെ പേടിയുള്ളതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. അത് മാത്രമല്ല ഇത്രയും പാമ്പുകളെ അയാൾ ഷീഷിയോങ്ങിന് 2 ലക്ഷം രൂപയ്ക്ക് കൊടുത്തെങ്കിലും അതിനത്രയും വില ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചും ചെങ്ങ് ചോദിക്കുന്നുണ്ട്. ആ പാമ്പുകളെ അയാളെ കൊണ്ട് തിരിച്ച് വാങ്ങിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരു 1000 കിങ് സ്നേക്ക് ബ്രീഡിൽ വരുന്ന പാമ്പുകളെയും ചെങ്ങ് അയാൾക്ക് വിൽക്കുന്നുണ്ട്. അങ്ങനെ അയാളിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ ചെങ്ങ് വാങ്ങുന്നുണ്ട്. അടുത്ത് പിന്നീട് ഷീഷിയോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ജിയാങ്ങിൻ്റെ കൂടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് ചെങ്ങ് ഒരു 2 ലക്ഷം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് വരുന്ന കാണുന്നതും ഉടനെ തന്നെ നമ്മുടെ ഷീഷിയോങ് ആണെങ്കിൽ ചെങ്ങിനെ കോൾ ചെയ്തിട്ട്, അല്ല നീ എന്തിനാ എനിക്കിപ്പോൾ ഒരു 2 ലക്ഷം രൂപ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നിൻ്റെ ആ ഒരു പാമ്പുകൾ അത് ഞാൻ തിരിച്ച് നീ വാങ്ങിച്ച ആളുടെ തന്നെ കൊടുത്തു, അതിന് പകരമായിട്ട് അയാളുടെ ഞാൻ ഒരു 4 ലക്ഷം രൂപ വാങ്ങിച്ചു, അതിൽ നീയാണെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ അയാളുടെ ആ പാമ്പ് വാങ്ങിച്ചത്, അപ്പോൾ ആ ഒരു 2 ലക്ഷം രൂപയാണ് ഞാൻ ഇപ്പോൾ തിരിച്ചിട്ടേന്ന് പറയുമ്പോഴത്തേക്കും ഷീഷിയോങ് പറയുന്നുണ്ട്, പക്ഷേ അത് ഞാൻ നിൻ്റെ നിന്ന് കടം വാങ്ങിച്ച പൈസയല്ലേ, അപ്പോൾ പിന്നെ എനിക്കിതിനാ തിരിച്ചു തരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് ചെങ്ങ് കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഷീഷിയോങ് ചെങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ പാമ്പുകളെ എല്ലാത്തിനെയും തിരിച്ച് അയാൾക്ക് തന്നെ കൊടുത്തത്, ഒരു 2-3 മാസം കഴിഞ്ഞിരുന്നെങ്കിൽ ഈ
പാമ്പുകളുടെ വില ഇരട്ടിയാവുമായിരുന്നല്ലോ, ആ സമയം ഞാൻ തന്നെ ആർക്കെങ്കിലും വിൽക്കുമായിരുന്നല്ലോ, നീ എന്തിനാണ് ഇത്രയും നഷ്ടം എനിക്ക് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് കോൾ കെട്ടിയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഷീഷോങ് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം ഇത് ആക്ച്വലി അവൻ്റെ പ്ലാൻ തന്നെ ആയിരുന്നു. ചെങ്ങാണെങ്കിൽ ഇതിൽ വീഴുമെന്നും തൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുമെന്നും അവൻ അറിയായിരുന്നു. ആ ഒരു പാമ്പുകളെ വാങ്ങുന്ന സമയത്തും അവന് നന്നായിട്ട് അറിയായിരുന്നു വാങ്ങ് അതിൻ്റെയൊക്കെ ആ ഒരു ഗാൾ ബ്ലാഡർ ഒഴിവാക്കി കളഞ്ഞിട്ടാണ് തനിക്ക് അതിനൊക്കെ കൊടുക്കുന്നതെന്ന്. കാരണം എന്തൊക്കെ പറഞ്ഞാലും വാങ്ങിൻ്റെ അവിടെ കുറേ ദിവസം പാമ്പുകളെ കുറിച്ച് പഠിക്കാനായിട്ട് അവൻ നിന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് അവൻ അറിയായിരുന്നു. ഇതേസമയം ജിയാങ്ങിനും ഈ ഒരു പ്ലാൻ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ലക്ഷം രൂപ വന്നില്ലേ, ഇനി ആ പൈസ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഷീഷോങ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2000 നല്ല അടിപൊളി പാമ്പുകളെ നോക്കി വാങ്ങിക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് വീണ്ടും അങ്ങനെ ഒരു ട്രിക്ക് കാണിച്ചിട്ട് നീ ചെങ്ങിനെ വീഴ്ത്താൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഇത്തവണ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പാമ്പിനെ വളർത്താനാണ് തീരുമാനിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചെങ്ങാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഒരു മാനുഫാക്ചറിങ് കമ്പനി അങ്ങോട്ടേക്ക് അവൻ പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ അവൻ എന്തൊക്കെയോ വർക്ക് സംഭവങ്ങളൊക്കെ നോക്കി നടക്കുന്ന ടൈമിന് അവൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പയ്യനാണെന്നൊക്കെ പറയാം. ആ ഒരു പയ്യനാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇതുവരെയായിട്ട് ചെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ പാമ്പുകളെ കൊണ്ടുപോയതും എങ്ങോട്ടേക്കാണ് വച്ചേക്കുന്നതും എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് എവിടെയായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് പറയുന്നുണ്ട് അതിവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന്. ആ ടൈമിൽ ആ പയ്യൻ പറയാണ് നമുക്ക് എന്തായാലും ആ പാമ്പിന് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛൻ ആ ഒരു പാമ്പുകളെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നിങ്ങനെ ചെങ്ങ് തിരിച്ച് പറയാണ്. ആ ടൈമിന് ആ പയ്യൻ ഇനി ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ചെറിയ പാമ്പുകളെയൊക്കെ വളർത്തുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തുകയാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചെങ്ങിന് അത് ഇവിടെ എവിടെ തന്നെ ഉണ്ടാകും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് തന്നെ ഇല്ല അതിവിടെ ഉണ്ടാകും, അതങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അവരുടെ കമ്പനിയിൽ പുതിയൊരു ക്യാൻറ്റീൻ ഏരിയ അത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നാലോ, നല്ല ഫുഡാണ് എന്ന് ആ ഒരു പയ്യൻ പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ക്യാൻറ്റീനിലെ ഫുഡൊന്നും കഴിക്കാറില്ല, നീ പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ഷീഷിയോങ് ആണെങ്കിൽ ഇപ്പോൾ വീണ്ടും വാങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നേക്കാണ്. അയാളുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ഒരു 2000 പാമ്പുകളെ വാങ്ങാനായിട്ട്. ഇത്തവണ അയാളിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പാമ്പുകളെ മാത്രമേ നോക്കി വാങ്ങുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് അവൻ ചെന്നേക്കുന്നത്. അങ്ങനെ അയാളുടെ അടുത്ത് ചെന്നിട്ട് അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ തവണ ഒരു 2000 പാമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ, അത് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി എന്നൊക്കെ. അതാണെങ്കിൽ ഇയാൾക്കിനെ തിരിച്ചു കൊണ്ട് കൊടുത്തെന്നുള്ള കാര്യം ഇവൻ അറിയാമെന്നുള്ളതായിട്ട് ഇവൻ ഭാവിക്കുന്നില്ല. പകരം അതൊന്നും അറിയത്തേ ഇല്ല എന്നുള്ള പാവത്തിനെ പോലെ ഇവൻ നിൽക്കുന്നത്. അതേ ടൈമിന് ആ ഒരു പാമ്പുകൾ നമ്മുടെ ചെങ്ങ് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ പോയതുകൊണ്ട് തന്നെ അയാളിപ്പോൾ ഇവൻ പറയുന്നതിന് കേൾക്കുന്നുമില്ല, ഇവനോടെ നിൽക്കുന്നത് പോലും മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ മനഃപൂർവ്വം അഭിനയിക്കുവാണ്. റീസൺ എന്താണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഷീഷോങ് ആണെങ്കിൽ നിങ്ങളെന്താ ഞാൻ പറയുന്നതിന് കേൾക്കുന്നില്ലേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് പാമ്പ് വാങ്ങാനായിട്ട് വന്നതാണ്. എനിക്കാണെങ്കിൽ ഈ സെറ്റ് പാമ്പുകളെ മതി, ഞാനാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ തരാം, അതിനെനിക്ക് ഈ പാമ്പിനെ തരണമെന്ന് പറയുന്നുണ്ട്. അയാൾക്കപ്പോൾ താല്പര്യമില്ലെങ്കിലും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ശരി എന്നാൽ ഞാൻ പിന്നെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതേസമയം വാങ്ങിൻ്റെ വൈഫ് അതെല്ലാം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഷീഷോങ് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞത് വാങ്ങിൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ഹൈബ്രിഡ് ക്വാളിറ്റിയിലുള്ള നല്ല പൈസ കിട്ടുന്ന പാമ്പുകളാണ്. അപ്പോൾ ആ ഒരു പാമ്പിനെ ഇപ്പോൾ ഷീഷോങ് വാങ്ങിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് തന്നെ വാങ്ങിൻ്റെ വൈഫാണെങ്കിൽ ഇതേ ആ ഒരു പാമ്പ് ആ ചെക്കന് കൊടുക്കരുത്, ഈ പാമ്പുകളെ വിട്ടിട്ട് വേണം നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട്, അവർ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി എങ്ങനെ പൈസ ഉണ്ടാക്കും, നമ്മൾ എത്ര മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഹൈബ്രിഡ് ക്വാളിറ്റിയിലുള്ള പാമ്പുകളെ ജനിപ്പിച്ചെടുത്തത്, അപ്പോൾ പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വാങ്ങുകയാണെങ്കിൽ ഇല്ല ഞാൻ കൊടുക്കത്തില്ല എന്ന് അയാളുടെ വൈഫിനോട് പറയുന്നുണ്ട്. പക്ഷേ അയാൾ പിന്നീട് ഷീഷോങ്ങിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങുകയും ആ ഒരു പാമ്പുകളെ ഷീഷോങ്ങിന് മൊത്തത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനിപ്പോൾ വാങ്ങിച്ച ആ ഒരു പുതിയ നല്ല പാമ്പുകളെ അതിനെ എല്ലാത്തിനെയും തന്നെ ചെങ്ങിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നിനക്കൊരു ഗിഫ്റ്റ് തരാനുണ്ട്, കാരണം നീയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പാമ്പുകളെല്ലാം തന്നെ ഹൈബ്രിഡ് അല്ല എന്ന് മനസ്സിലാക്കി അതെല്ലാം അയാളുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് പൈസയൊക്കെ വാങ്ങിച്ചു തന്നില്ലേ, നീ എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാം, ആ ഗിഫ്റ്റ് അവിടെ വീട്ടിൽ ഇരിപ്പുണ്ട്, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ നമ്മുടെ ചെങ്ങിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവൻ്റെ ആ ഒരു പാമ്പ് അതിന് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാസ് കൊണ്ടുള്ള ടാങ്ക് പോലെ വരുന്നൊരു സംഭവമായിരുന്നു. അതിൻ്റെ അകത്താണെങ്കിൽ ഇവനാണെങ്കിൽ കുറേ ചെടികളും സംഭവങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഷീഷോങ് സ്വന്തമായിട്ട് ചെയ്തതാണെന്നും ഇതെല്ലാം അവൻ്റെ പാമ്പിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ എൻ്റെ പാമ്പിന് വേണ്ടിയിട്ട് നീ ഇത്രയൊക്കെ ചെയ്തതെന്ന് വെച്ചപ്പോൾ ഞാൻ ചെയ്തു, കാരണം നീ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചെങ്ങിൻ്റെ പാമ്പിനെയും അതിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ആ സമയം ചെങ്ങ് പറയുന്നുണ്ട് എനിക്ക് നീ വേറെ ഗിഫ്റ്റൊന്നും തരുന്നില്ലേന്ന്. ആ സമയം ഷീഷോങ് ആണെങ്കിൽ ഈ പാമ്പിനെ നീ നിൻ്റെ മോനെ പോലെ കൊണ്ട് കിടക്കുന്നതല്ലേ, അപ്പം നിൻ്റെ മോന് ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിൻ്റെ കൂടെ ഗിഫ്റ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് അല്ല, അത് അവന് കിട്ടുന്ന ഗിഫ്റ്റ് അവൻ്റെത്, എനിക്ക് കിട്ടുന്നത് എൻ്റെത്, എനിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷീഷോങ് ആണെങ്കിൽ ഓക്കെ നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നേരെ ഷീഷോങ്ങിൻ്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഷീഷോങ് ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് എന്തൊരു സാധനം എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം ഷീഷോങ് യൂസ് ചെയ്യുന്ന അവൻ്റെ ബെഡ് അവിടെയുള്ള ബ്ലാങ്കറ്റ് കീറിയിട്ടാണുള്ളതെന്നും നമ്മുടെ ചെങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷീഷോങ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും
അവൻ ഫസ്റ്റ് പഞ്ചസാര വെച്ചുണ്ടാക്കിയ പല ഷേപ്പുകളിലുള്ളൊരു മുട്ടായി വിൽക്കുന്ന ഒരു കട സ്റ്റാർട്ട് ചെയ്തല്ലോ, ആ ഒരു മുട്ടായികൾ അത് അവൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളാൻ പറയാണ്. എന്നാൽ നോക്കുമ്പോഴത്തേക്കും അതിലുള്ള ആ ഒരു ഷേപ്പും ഡിസൈൻ, അതായത് പശു അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന ഷേപ്പുകൾ. അതൊന്നും തനിക്ക് വേണ്ട, തനിക്ക് പാമ്പിൻ്റെ ഷേപ്പുള്ള അതേ മുട്ടായി ഉണ്ടാക്കി തരാനായിട്ട് ചെങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ ശീശോങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരെണ്ണം വന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട് ചെങ്ങ്. അത് കാണുമ്പോഴത്തേക്കും ശീശോങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ചെങ്ങിന് അവൻ്റെ പ്ലാൻ അനുസരിച്ച് ലവിലാക്കാനുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ആ ഒരു പ്ലാനിലല്ലായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മുട്ടായി അല്ലാതെ എൻ്റെ മുഖത്തൊട്ടിച്ചേനേന്ന്. എന്നിട്ട് അവൻ വീണ്ടും ആ ഒരു പാമ്പിൻ്റെ ഷേപ്പിൽ ആ മുട്ടായിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണെങ്കിൽ സക്സസ് ആവുന്നുണ്ട്. അവനാണെങ്കിൽ അത് ചെങ്ങിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. കൊണ്ടു കൊടുക്കുന്ന ടൈമിൽ ചെങ്ങാണെങ്കിൽ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, ശനിയാഴ്ച വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഇതിനെയും കൊണ്ട് പോകാമെന്ന്. അവനത് പതുക്കെയാണ് പറയുന്നത്, അതായത് സ്വന്തമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ശീശോങ് കേട്ടിട്ടുണ്ടായിരുന്നു. ശീശോങ്ങിന് അവൻ ശനിയാഴ്ച വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ട് ചെങ്ങ് അവൻ്റെ പാരൻസിനെ കാണാനായിട്ട് അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. ആ ടൈമിന് അവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഇപ്പോഴും യൂയി ഉള്ളതുകൊണ്ട് തന്നെ യൂയിനെ എങ്ങാനും വീട്ടിലേക്ക് കൊണ്ടുപോവോ, ചെങ്ങിൻ്റെ പാരൻസിന് അവളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് കല്യാണം വരെ എത്തിക്കോ എന്നൊരു സംഭവം ഇവനിങ്ങനെ മനസ്സിൽ പെട്ടെന്ന് കയറി വരാണ്. അതുകൊണ്ട് തന്നെ ശീശോങ് ചെങ്ങ് പോകുന്നതിന് മുമ്പേ അവനെ തടങ്ങിയിട്ട് നമുക്ക് ഈ ശനിയാഴ്ച ഒന്ന് മീറ്റ് ചെയ്താലോ, ഒന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ ഇവനെന്തോ ഡേറ്റ് ചെയ്യാൻ വിളിക്കുന്നതാണെന്ന് കരുതിയിട്ട് ഞാനാണെങ്കിൽ 1 നൈറ്റ് സ്റ്റാൻഡൊക്കെ ചെയ്യാറുള്ളൂ, ആരെയും ഡേറ്റ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. ശീശോ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പാമ്പിൻ്റെ ആ ഒരു മുട്ടായി, അതിൽ ആ പാമ്പിൻ്റെ തലേനെ അവൻ തന്നെ കടിച്ച് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിനോട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ശനിയാഴ്ച എന്നെ മീറ്റ് ചെയ്യാമെന്ന് സമ്മതിക്ക്, എങ്കിൽ ഞാൻ വീണ്ടും ഒരു മുട്ടായും കൂടെ നല്ലതുണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു മുട്ടായി വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ശരി ശനിയാഴ്ച നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ മീറ്റ് ചെയ്താൽ മാത്രമേ അവൻ അവൻ്റെ വീട്ടിൽ പോകുന്നതിൽ നിന്ന് തടയാനും പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ യുയിനെ അവൻ്റെ പാരൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും നമ്മുടെ ശീശോങ്ങിന് തടയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ശീശോങ് അവന് പിന്നീട് വേറൊരു മുട്ടായി ഉണ്ടായി കൊടുക്കുന്നുണ്ട്. അതും കൊണ്ട് ചെങ്ങ് വീട്ടിൽ വരുന്നുണ്ട്. യുയിയും അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവൻ്റെ പാരൻസ് ഉള്ള വീടല്ല, പക്ഷേ അവൻ താമസിക്കുന്ന മറ്റൊരു വീട്. അപ്പോൾ യുയി ആണെങ്കിൽ ഇവൻ്റെ ഇരുന്ന ആ ഒരു പാമ്പിൻ്റെ മുട്ടായി കാണുന്നുണ്ട്. അത് കണ്ടിട്ട് നല്ല രസമുണ്ടല്ലോ, എനിക്കിത് വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഇല്ല, ഇതെനിക്ക് വേണം, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഒന്ന് ചെയ്യിപ്പിച്ച് തരാം, എൻ്റെ ഫ്രണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവളും അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. ആ സമയം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ശീശോങ് ആണെങ്കിൽ ചെങ്ങിന് ഗിഫ്റ്റായിട്ട് അവൻ യൂസ് ചെയ്യുന്നൊരു ഫേസ് ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണെങ്കിൽ ചെങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീം അവനിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് യുയുടെ മുന്നിൽ വെച്ചെടുക്കുകയാണ്. അപ്പോൾ യുയിക്ക് നന്നായിട്ട് അറിയാം അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശീശോങ്ങും ഇതേ ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചെങ്ങും ഇത് യൂസ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ, എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടും ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അവൻ ഇമാതിരി ചീപ്പ് സാധനം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശീശോ അങ്ങനെ കുറേ പറയുന്നുണ്ട്. പക്ഷേ അവൾ ഈ പറയുന്ന അവളുടെ എക്സ് ശീശോങ് ആണെന്ന് അവൻ അറിയാത്തതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കുന്നുണ്ട് ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യുന്നതിന് എന്തിനാണ് അവൾ അവളുടെ എക്സിനെ ഇത്രയും കുറ്റം പറയുന്നതെന്ന്. അങ്ങനെ അതും വിചാരിച്ചുകൊണ്ട് അവനാണെങ്കിൽ അവളെ നോക്കുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ, അയ്യോ ഞാൻ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നീ ഈ ക്രീം ഉപയോഗിച്ചോ, ഇത് നിനക്ക് നല്ല അടിപൊളിയാണ്, നീ നന്നായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സോപ്പിടുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, ശനിയാഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, നീയും എൻ്റെ കൂടെ വരണം, ഞാനാണെങ്കിൽ എൻ്റെ പാരൻസിനെ നിനക്ക് മീറ്റ് ചെയ്യിപ്പിച്ച് തരാമെന്ന്. ആ സമയം യുയിയും ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത്. കാരണം അതുവരെയൊക്കെ കാര്യങ്ങൾ എത്തിയാലേ അവൻ്റെ ഫിയാൻസി ആവാൻ പറ്റുള്ളൂ, അവനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ അവൻ്റെ മുന്നിൽ അത് കാണിക്കുന്നില്ല. അവൻ്റെ മുന്നിൽ ഞാൻ വരണോ എന്നൊരു രീതിയിലൊക്കെ പേടിച്ച് നിൽക്കുമ്പോഴേക്ക് അഭിനയിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ശനിയാഴ്ച പാരൻസിനെ കാണാൻ പോകുമ്പോഴത്തേക്കും നല്ലതുപോലെ വേണം പെരുമാറാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പുറത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ചെങ്ങനെ പുറത്ത് ലിവിങ് റൂമിൽ ചെന്നിരുന്നിട്ട് അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പയ്യനെ കോൾ ചെയ്തിട്ട് നല്ലൊരു ബ്ലാങ്കറ്റിൻ്റെ കമ്പനി ഏതാണെന്ന് അന്വേഷിക്കാനായി പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ ചോദിക്കാനായിട്ട് കാരണം അവനാണെങ്കിൽ ശീശോങ്ങിൻ്റെ ആ ഒരു റൂമിൽ ചെന്നപ്പോൾ ശീശോങ് യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ് കീറിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചെങ്ങ് നോട്ടീസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ബ്ലാങ്കറ്റ് അവന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വിളിച്ചിട്ട് ചെങ്ങ് പറഞ്ഞത്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ ശീശോങ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ കൂടെ അവൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ആ ടൈമിന് അവനൊരു പാഴ്സൽ വരുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ ഓർമ്മയിൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, എന്നാലും ആ ഒരു അതിൻ്റെ പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയാളാണെങ്കിൽ കുറേ പാഴ്സലും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. റൂമിൽ ചെന്നിട്ട് അവനും ജിയാങ്ങും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് പുതിയ ബ്ലാങ്കറ്റ്, പുതിയ ഡ്രസ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെങ്ങാണ് ഇതൊക്കെ അയച്ചു കൊടുത്തതെന്ന്. ആ സമയം ജിയാങ് പറയുന്നുണ്ട്, കണ്ടില്ലേ നിൻ്റെ എക്സൈറ്ററിന് യുയി പോലും നിനക്കൊരു വില പോലും തന്നിട്ടില്ല, എന്നിട്ട് നീ ഇപ്പോൾ വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം സാധനങ്ങളാണ് വാങ്ങിച്ചു തന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നീ അവനെ അങ്ങ് ഡേറ്റ് ചെയ്യാം, കാരണം നല്ല ചെക്കനാണ്. നിൻ്റെ എക്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവ അടിപൊളിയാണ്, നീ അവനും കൂടെ ആയിട്ട് ഒരു ടീമായിട്ട് അവക്കിട്ടൊരു പണി കൊടുക്കാൻ നോക്ക്. ചെങ്ങ് ശരിക്കും സിൻസിയർ ആണെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് അവൻ്റെ മനസ്സിലും കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓരോന്ന് ശരിയാ എന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ശീശോങ് പെട്ടെന്ന്
പെട്ടെന്ന് ആ ചിന്തയൊക്കെ വിട്ട് കളഞ്ഞിട്ട് അത്ര എളുപ്പത്തിൽ അവനാണെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഒരുത്തനാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. അവൻ ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു എന്ന് എഴുതിയിട്ട് ഞാനെന്തിനാ അവനെ വിശ്വസിക്കണം? ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടന്ന വല്ല സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്ത് അയച്ചാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജിയാങ് ആണെങ്കിൽ അവിടെ ഇരുന്ന് കുറേ ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് ഈ ബ്രാൻഡഡ് സാധനങ്ങളാണോ അവൻ്റെ വീട്ടിൽ ഉപയോഗിക്കാതിരുന്നത്? ഇതാണെങ്കിൽ നിൻ്റെ സൈസും ആണല്ലോ. അപ്പോൾ എന്തായാലും അതവൻ്റെ വീട്ടിലിരുന്നതല്ല, നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നെയാണ്. ഇനിയിപ്പോൾ നിനക്കിടാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഡ്രസ്സ് മൊത്തം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ജിയാങ് അത് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഷീഷോങ്ങിന് അത് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ജിയാങ്ങിൻ്റെ അടുത്ത് നീ വേണമെങ്കിൽ ഒരു ജോഡി എടുത്തോ, ബാക്കി മൊത്തം ഇങ്ങ് തിരിച്ചു തരണം, ഞാനത് ഇടാനൊന്നും പോകുന്നില്ല, ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓൺലൈനിൽ അങ്ങ് വിറ്റ് പൈസ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ജിയാങ്. അപ്പോൾ എനിക്ക് ഓൾറെഡി അങ്ങനെ വിൽക്കാനായിട്ട് ഓൺലൈനിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പം പിന്നെ ഞാൻ തന്നെ അത് വിറ്റോളാം എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇവൻ ആക്ച്വലി ഇപ്പോൾ ഷീഷോങ്ങിനെ കളിയാക്കുന്നതാണ്, കാരണം അവനറിയാം ഷീഷോങ്ങിന് ആ ഡ്രസ്സ് വേണം, എന്നാലും പുറത്ത് കാണിക്കാത്തതാണെന്ന്. അതേ ടൈമിന് ഷീഷോങ് ഇല്ലല്ല ഞാൻ തന്നെ ചെയ്തോളാം, നീ വേണമെങ്കിൽ 1-2 ജോഡി എടുത്തിട്ട് അങ്ങ് പോകാനായിട്ട് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇവൻ ഉറങ്ങാനായിട്ട് കിടക്കാണ്. ആ ടൈമിന് ചെങ്ങിന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അയച്ച ആ ഒരു പാക്കേജൊക്കെ നിനക്ക് കിട്ടിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ആ കിട്ടി എന്നുള്ള രീതിയിൽ തിരിച്ച് റിപ്ലൈ എടുക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ നിൻ്റെ ആ ഒരു പഴയ ബ്ലാങ്കറ്റും സാധനങ്ങളെല്ലാം എടുത്ത് കളയാൻ നോക്ക്, അതൊക്കെ കീറിയൊക്കെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നില്ല, പകരം ചെങ്ങിന് മറ്റൊരു മെസ്സേജ് അയക്കുകയാണ്, നമുക്ക് ശനിയാഴ്ച പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന്. അതേ ടൈമിന് ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ തിരിച്ച് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ചെങ്ങും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേ ഷീഷോങ് അയ്യേ ഇവനെന്താ ഇങ്ങനെ എന്നൊരു എക്സ്പ്രഷനാണ് ഇടുന്നത്. അതിനുശേഷം ഫോൺ മാറ്റി വെച്ചിട്ട് ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ജിയാങ് കയറി വരുന്നുണ്ട്. ജിയാങ് നോക്കുമ്പോൾ ഷീഷോങ്ങിൻ്റെ ബെഡിൽ കിടന്ന ആ ഒരു കീറിയ ബ്ലാങ്കറ്റൊക്കെ മാറ്റിയിട്ട് ചെങ്ങ് കൊടുത്ത ആ ഒരു ബ്ലാങ്കറ്റെല്ലാം അവൻ ഓൾറെഡി അവിടെ ബെഡിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുമ്പോഴത്തേക്കും ജിയാങ് അല്ല നീയല്ലേ പറഞ്ഞു ഓൺലൈനിൽ വിൽക്കാൻ പോകണമെന്ന്, എന്നിട്ട് നീ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ ഡ്രസ്സാണ് ഓൺലൈനിൽ വിൽക്കാൻ പോകുന്നത്, ബ്ലാങ്കറ്റ് അവൻ ഒരെണ്ണേ അയച്ചു തന്നോളൂ, അത് ഞാൻ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പിന്നീട് കളിയാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങുവാണെങ്കിൽ അവൻ്റെ പാമ്പുകളെയൊക്കെ വളർത്തുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അവൻ്റെ പാമ്പുകളെല്ലാം നോക്കുന്നതാണ്. ആ ടൈമിന് ചെങ്ങുവിൻ്റെ അസിസ്റ്റൻറ്റ് ഇതുപോലെ ചെങ്ങിൻ്റെ പാമ്പുകളെ ഇതുവരെ തിരിച്ചു കിട്ടിയില്ലല്ലോ, ചെങ്ങിൻ്റെ പാമ്പുകളും നിങ്ങളുടെ പാമ്പുകളും ഒരുവിധം സെയിം ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ചെങ്ങിപ്പോൾ നിങ്ങളുടെ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അത് ചെങ്ങിൻ്റെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ചെങ്ങുവാണെങ്കിൽ എനിക്ക് ചെങ്ങ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു, കാരണം അവൻ്റെ അച്ഛൻ്റെ ആ ഒരു കമ്പനി തന്നെ കാണും ആ ഒരു പാമ്പ്, പക്ഷേ അവൻ അന്വേഷിക്കുന്ന സ്ഥലം കറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അസിസ്റ്റൻറ്റ് പിന്നെ എവിടെയാണ് ആ പാമ്പുള്ളത്, നിങ്ങൾക്കത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ആ ഒരു പുതിയ കഫേ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ എന്തൊക്കെയായാലും അവൻ അവിടെ അന്വേഷിക്കാൻ ചാൻസ് ഇല്ല, കാരണം കഫേയിൽ പാമ്പിനെ കൊണ്ടുവയ്ക്കും എന്നൊരു ചിന്ത ചെങ്ങിന് വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അസിസ്റ്റൻറ്റ് എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് അത് അവിടെ ആയിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞു കൊടുത്ത് ചെങ്ങിനെ ഹെൽപ്പ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ചെങ്ങുവാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഞാൻ അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാവ ആളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ നേരിട്ട് പോയിട്ട് ആ പാമ്പുകളെല്ലാം അവിടെ നിന്ന് എടുക്കും, കാരണം എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഭവം അവനാണെങ്കിൽ ഒരിക്കൽ എൻ്റെ അടുത്തത് കൊണ്ടുപോയതാണ്, അതുകൊണ്ട് അവന് വേണ്ടപ്പെട്ട ആ പാമ്പിനെ ഞാൻ എടുക്കുവാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ നേരെ നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ്റെ കമ്പനിയിലേക്ക് ചെല്ലാണ്. അവിടെ നേരെ ആ ഒരു പുതിയ കഫേയുടെ ഏരിയയിലോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന അവിടെ മാനേജറായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ലിയു എന്നാണ്. അങ്ങനെ ലിയുവിനെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും ലിയുവിന് ചെങ്ങിയും ഇതുപോലെ ബിസിനസ്സിൽ ഭയങ്കര വലിയൊരു പയ്യനാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര റെസ്പെക്റ്റോടെ അവനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്നുണ്ടായിരുന്നു, കാരണം നിങ്ങളുടെ ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ലിയോ അപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോകുന്നുണ്ട്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കിച്ചൻ്റെ ഏരിയയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ലിയുവിന് ഒരു കോൾ വരുന്നതുകൊണ്ട് തന്നെ ലിയു പുറത്തേക്ക് പോവാണ്. അതേസമയം നമ്മുടെ ചെങ്ങിയുവിൻ്റെ അസിസ്റ്റൻറ്റിനും അവിടെ നിൽക്കുന്ന ഷെഫിനെയൊക്കെ കാണുമ്പോൾ അത് ശരിക്കും ഷെഫല്ല, അത് മറ്റാരോ ആണ് അഭിനയിക്കുന്നതാണ് എന്നൊരു തോന്നലൊക്കെ വരുന്നുണ്ട്. ചെങ്ങിയു അപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ആ ഒരു ഷെഫുകളെ എല്ലാവരെയും തന്നെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ആ ഒരു ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഇത് നിങ്ങളെന്താ ഇങ്ങനെ ഇവിടെ തീരെ വൃത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഷെഫുകളെ അതും പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ആ ഒരു ടൈമിന് അകത്തൊരു റൂമുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ചെക്ക് ചെയ്യാനായിട്ട് ചെങ്ങു കയറി പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് കുറേ എലികളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം തന്നെ പാമ്പിന് കഴിക്കാനുള്ള ഫുഡാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പാമ്പുകൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് കരുതാൻ അന്വേഷിക്കുന്ന ടൈമിന് ആ ഒരു റൂമിലേക്ക് ലിയു ആണെങ്കിൽ വീണ്ടും കയറി വരുന്നുണ്ട്. ആ സമയം ലിയുവിനെയും നമ്മുടെ ചെങ്ങു നിൽക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടാതെ ചെങ്ങുവിൻ്റെ അസിസ്റ്റൻറ്റ് ഓരോന്ന് പറഞ്ഞിട്ട് അയാളെയും ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. കുറേ നേരം എന്നാൽ ഡിസ്ട്രാക്ട് ചെയ്ത് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, അയാളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ടൈം കൊണ്ട് ചെങ്ങു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുമ്മാ അവിടെ തന്നെ കറങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്നൊരു രീതിയിൽ അഭിനയിക്കുകയാണ്. എന്നിട്ട് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് പാമ്പിനെ അവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരിത് ചെങ്ങുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതേസമയം അന്വേഷിക്കുന്ന ടൈമിന് അവിടെ എന്തോ കയറി ഉരങ്ങിയിട്ട് ചെങ്ങുവിൻ്റെ കൈയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെങ്ങുവിൻ്റെ അസിസ്റ്റൻറ്റ് ഇത് കണ്ടിട്ട് ഞാൻ പോയി കാറിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട
വേണ്ട, നമുക്ക് നേരെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജിയാങ് അത്ര ബിസി ആയിരുന്നില്ല. എന്നാൽ ചെങ്ങുവിനെ കാണുമ്പോൾ അവൻ എപ്പോഴത്തേയും പോലെ വീണ്ടും കളിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ഒന്നും ജിയാങ് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ചെങ്ങുവിൻ്റെ കയ്യിൽ മുറിവ് കാണുന്നതും ജിയാങ് ഉടനെ തന്നെ നീയാണെങ്കിൽ അകത്തുള്ള റൂമിലോട്ട് വാ, ഇൻഫെക്ഷൻ ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ റെഡിയാക്കുന്ന ടൈമിന് ആ ഒരു ഇഞ്ചക്ഷൻ ബാക്കിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ ചെങ്ങു അവൻ്റെ പാൻറ്റെല്ലാം അഴിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെങ്ങു അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ജിയാങ് ആണെങ്കിൽ ശരി തിരിഞ്ഞ് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങു തിരിയുന്നില്ല. ജിയാങ് അപ്പോൾ നീ വേണമെങ്കിൽ തിരിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഫ്രണ്ടിലിട്ട് തന്നെ ആ ഒരു സിറിഞ്ചിട്ട് കുത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ചെങ്ങു ആണെങ്കിൽ തിരിഞ്ഞ് ബെഡിൽ കിടന്ന് കൊടുക്കുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ ഒറ്റ കുത്താണ്. ചെങ്ങു ഉറക്കെ കിടന്ന് വിളിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷീഷോങ്ങിനാണ്. ഇപ്പോൾ ശനിയാഴ്ച ആയിട്ടുണ്ടായിരുന്നു. സോ ശനിയാഴ്ച അവനും ചെങ്ങും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ ആ ഒരു പാർക്കിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ അതേ പാർക്കിലോട്ട് യൂയിയും അവളുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഷീഷിയോങ്ങിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ലുക്കുള്ളൊരു ചെക്കനാണല്ലോ ഇവൻ എന്നൊരു രീതിയിൽ അവനെ തന്നെ നോക്കുന്നുണ്ട്. അതാണെങ്കിൽ യൂയിയുടെ എക്സ് ആണെന്നുള്ള കാര്യം അവളുടെ ഫ്രണ്ടിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ആ പയ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് യൂയിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ യൂയിക്ക് അത് ഷീഷിയോങ്ങാണെന്ന് മനസ്സിലാവുന്നതും അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന ടൈമിന് യൂയി പറയുന്നുണ്ട്, ഈ ചെക്കനൊക്കെ എന്ത്, ഞാനാണെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ ബോയ് ഫ്രണ്ട് ചെങ്ങ് ഒടുക്കത്തെ ലുക്കാണ്. ഇന്ന് വൈകുന്നേരം അവൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം യൂയിയുടെ ഫ്രണ്ട് അത് കൊള്ളാമല്ലോ, അപ്പം നീയാണെങ്കിൽ റിച്ച് ആവാൻ പോവുകയാണല്ലേ, റിച്ചായി കഴിഞ്ഞാൽ നമ്മളിന്ന് മറന്നേക്കരുത് എന്നൊക്കെ പറയാണ്. വീണ്ടും എന്നിട്ട് ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ചെങ്ങ് വരുന്നേയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേ ടൈമിന് മറ്റു പെങ്കുച്ച് വന്നിട്ട് നിന്നെ കാണാൻ പേര് സുന്ദരനായിട്ടുണ്ട്, നിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരുമെന്നൊക്കെ ഷീഷോങ്ങിനോട് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ തരാമെന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ ഫോണൊക്കെ വാങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് ചെങ്ങ് കറക്റ്റ് അങ്ങോട്ടേക്ക് എത്തിയത്. ചെങ്ങ് ഇവനെ നോക്കുന്നതാണെന്നതും ഉടനെ തന്നെ പെൺകുട്ടിയുടെ അടുത്ത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം കൊണ്ട് ചെങ്ങ് അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെങ്ങാണെങ്കിൽ അവൻ്റെ ഡ്രസ്സിങ് എല്ലാം ഒന്ന് നോക്കിയിട്ട് നീ എന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ നീ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാണോ അതോ ശരിയും ഇഷ്ടപ്പെട്ടിട്ട് ചോദിച്ചാണോ എന്നിങ്ങനെ തിരിച്ച് ഷീഷോങ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ ആ ഒരു പാർക്കിൽ നടക്കാൻ കുറേ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ടൈമിന് ഷീഷോങ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോവാണ്, എനിക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്, ഈ ഒരു അവസരം ഞാൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ച് ഇവനെ വളച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവനാണെങ്കിൽ യൂയിനെ വീട്ടുകാർ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർ കല്യാണം കഴിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നടന്നു പോകുന്ന ടൈമിന് ഇവൻ്റെ കൈ പിടിക്കാനും കിസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവന് പറ്റുന്നില്ല. കാരണം ഇവനാണെങ്കിൽ ഇതിനു മുമ്പ് ഒരു പയ്യനുമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ചുകൂടെ നടക്കുമ്പോഴത്തേക്കും അവർ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടും ഇവനാണെങ്കിൽ അങ്ങ് പെട്ടെന്ന് പോയി കിസ് ചെയ്യുക, അത്രയേ ഉള്ളൂ, സിമ്പിൾ, നിന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ചെങ്ങാണെങ്കിൽ അവനെ നോക്കുന്നതും ഇവനാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ തിരിഞ്ഞങ്ങ് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പോകാമെന്ന് കരുതിയിട്ട് അവൻ എഴുന്നേൽക്കുന്ന ടൈമിന് എപ്പോഴത്തെയും പോലെ തന്നെ ചെങ്ങാണെങ്കിൽ അവൻ്റെ ബാക്കിൽ വെച്ച് ഒന്ന് പിടിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് ഞാനും അവനെ തിരിച്ച് അങ്ങനെ അങ്ങ് പിടിച്ചാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് അവൻ്റെ കയ്യെ കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ചെങ്ങ് തിരിഞ്ഞു നോക്കുന്നതും അവൻ പെട്ടെന്ന് അവൻ്റെ കൈയൊക്കെ മാറ്റി കളയാണ്. ചെങ്ങപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ എന്ത് പറ്റി, ഞാനാണെങ്കിൽ ബാക്കിൽ പിടിച്ചപ്പോൾ നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ ചെറുതായിട്ട് വേദനിച്ചു എന്ന് പറയുമ്പോൾ ചെങ്ങ് ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ ഇത് തന്നെ അവസരം സമ്മതിക്കാം, യെസ് പറയാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ മനസ്സിൽ യെസ് ആണ് പറയുന്നെങ്കിലും പെട്ടെന്ന് പുറത്ത് നോ എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ചെങ്ങിനെ മസാജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ തിരിച്ച് നടന്നു പോകുന്നുണ്ട്. തിരിച്ചാണെങ്കിൽ അവർ ആ പഴയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ബൈ പറഞ്ഞ് രണ്ടുപേരും വീട്ടിൽ പോകും. സോ അതുവരെ എത്തുന്നവരെ ടൈമുള്ളൂ. അതൊരു 200 മീറ്ററും കൂടെ ഉള്ളൂ. അവിടെ എത്തുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ചെങ്ങിൻ്റെ കയ്യിലൊക്കെ പിടിച്ച് എനിക്കിതിന് ഇഷ്ടമാണ് എന്നിങ്ങനെ കാണിക്കാൻ കണക്കിന് ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെയും പറ്റുന്നില്ല. അതേസമയം ചെങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഇവനാണെങ്കിൽ തൻ്റെ കൈ പിടിക്കാൻ ശ്രമിക്കുവാണെന്ന്. അതിങ്ങനെ കണ്ടിട്ട് ചെങ്ങ് ചെറുതായിട്ട് ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ഇതേ ഒരു കാറ് വരുന്നു എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെങ്ങിൻ്റെ കൈ പിടിച്ച് അവനെ അടുത്തേക്ക് ഇങ്ങനെ വലിച്ചു നിർത്തുവാണ്. നോക്കുന്ന സമയത്ത് അതൊരു കുഞ്ഞു കുട്ടി ഒട്ടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ടോയ് കാറായിരുന്നു. ആ സമയം ശീശോങ് പറയുന്നുണ്ട് അതൊരു കാറാണല്ലോ എന്ന്. അതേസമയം ഷെങ്ങിന് ഇവൻ തൻ്റെ കൈ പിടിക്കാനായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ശ്രമമെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ കൈയാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഷെങ്ങാണെങ്കിൽ നടന്നു പോകുന്നുണ്ട്. ആ ടൈമിന് ഷീഷോങ്ങിന് ഫസ്റ്റ് ടൈം ഒരു പയ്യൻ്റെ കൈ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയോ വിയേർഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതെന്താ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൻ പറഞ്ഞാണ് പോകുന്നത് മനസ്സിൽ. അങ്ങനെ അവർ നടന്നു പോകുമ്പോഴത്തേക്കും ഷെങ്ങിന് ഒരു കോൾ വരുന്നുണ്ട്. വിളിച്ചത് യൂയി ആയിരുന്നു. യൂയി ആണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, നീ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് കോൾ കെട്ടിയുന്നുണ്ട്. ആ സമയം ഷീഷോങ് നീ ബിസിയാണോ എന്ന് ചോദിക്കുമ്പോൾ
ചെങ്ങാണെങ്കിൽ അതേ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ കഴിക്കാനായിട്ട് പോകണം, അപ്പോൾ കുറച്ച് ബിസിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ശീശോങ്ങനെ ഇപ്പോൾ യുയുടെ കൂടെ പാരൻസിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശീശോ അങ്ങ് ശരി എന്നാൽ നീ പൊക്കോളാൻ പറയുന്നുണ്ട്. ചെങ്ങ് അങ്ങനെ ബായ് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങാണ്. എന്നാൽ അവരുടെ കയ്യിലെ പിടുത്തം ഇപ്പോഴും ഉണ്ടായിരുന്നു. ചെങ്ങ് പോകാൻ തുടങ്ങുമ്പോഴായപ്പോലും ശീശോ അങ്ങ് അവൻ്റെ കൈ വിടുന്നില്ല, ഇറുക്കി പിടിച്ച് വെച്ചൊക്കെയാണ്. ആ സമയം വീണ്ടും ശീശോ അങ്ങ് എന്ത് പറ്റി പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങിന് മനസ്സിലാവുന്നുണ്ട് തന്നെ മനഃപൂർവ്വം ശീശോ അങ്ങ് വിടാത്തയാണെന്ന്. അതേട്ടെ അതിന് ചെങ്ങിൻ്റെ ഫോണിൽ വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. എന്നാൽ ശീശോ അതങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അടുത്ത് ചെങ്ങ്യുവിനെ കാണിക്കുമ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിനോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, ശരിക്കും ആ ക്യാൻറ്റീനിൽ തന്നെ ആ പാമ്പുകളുണ്ടെന്ന് ഉറപ്പുണ്ടോയെന്ന്. ആ സമയം അവിടെ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് എന്ന് ചെങ്ങി പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങു വേണ്ട, ഞാനിപ്പോൾ ഓൾറെഡി അങ്ങോട്ടേക്ക് ഒരിക്കൽ പോയ കാര്യം ചെങ്ങിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ വീണ്ടും പോവുകയും നമ്മൾ ആ പാമ്പുകളെ കണ്ടുപിടിച്ചെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനാണ് എടുത്തതെന്ന് ഉറപ്പായിട്ടും അവൻ്റെ അച്ഛന് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ബാൻഡേജ് നോക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ജിയാങ് അവൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ്റെ കയ്യിൽ ഒട്ടിച്ചു കൊടുത്ത ഒരു ബാൻഡേജസ് ആണ്. ആ ബാൻഡേജ് നമുക്ക് മാറ്റാനായിട്ട് അവൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ്ങിനെ കാണാൻ വേണ്ടിയിട്ടും അവനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവ ഇത്രയും കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് അവൻ്റെ അസിസ്റ്റൻറ്റിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ അസിസ്റ്റൻറ്റ് ചെങ്കുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല, ജിയാങ്ങിന് അത്ര എളുപ്പത്തിൽ വളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് ചെങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പം നൈറ്റ് ടൈമായി തുടങ്ങുന്നുണ്ട്. അവനാണെങ്കിൽ യുവിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോൾ അവൻ്റെ കാറും പാർക്ക് ചെയ്തിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയമാണ് യുയി അവന് മെസ്സേജ് ഇട്ടത്. എടുത്ത് നോക്കുമ്പോഴത്തേക്കും യുയി ആണെങ്കിൽ ഓഡിയോ മെസ്സേജ് ആയിട്ട്, നീ എവിടെയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക, നീ തിരക്കാണോ, നിൻ്റെ പാരൻസിൻ്റെ ഫോൺ നമ്പർ എനിക്ക് താ, ഞാനാണെങ്കിൽ അവരെ വിളിച്ചിട്ട് വരാനായിട്ട് ലേറ്റ് ആവുമെന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളെയും കൊണ്ട് ഇന്നിപ്പോൾ പാരൻസിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അവന് തീരെ മൂടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഞാൻ കുറച്ച് ബിസിയാണ്, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചവൻ ഒരു ഓഡിയോ അയച്ചിട്ട് അവൻ കാറും എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അടുത്ത് ജിയാങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ ഹോസ്പിറ്റലിൽ ശീശു അങ്ങ് തിരിച്ച് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശീശു അങ്ങ് തിരിച്ച് വരുന്നുണ്ട്. അവൻ വരുന്നത് കാണുന്നതും ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അവനെ തമ്മിൽ എന്തെങ്കിലും നടന്നു എന്ന്. ആ സമയം ശീശു അങ്ങ് നമ്മൾ കൈ പിടിച്ച് ഒരുമിച്ച് നടന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യേ കൈ പിടിച്ച് നടന്നേ ഉള്ളൂ, ഞാനാണെങ്കിൽ ഉച്ച തൊട്ട് നീ അവനും തമ്മിൽ സെറ്റായി കാണും, എന്തെങ്കിലും നടന്നു കാണുമെന്ന് കരുതിയിട്ട് നീ വരുന്നേ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, എന്നിട്ട് ഞാനിപ്പോൾ കേൾക്കുന്നത് കൈ പിടിച്ചു എന്ന് മാത്രമാണോ, നീ എന്ത് കഷ്ടമാണെന്ന് വെച്ചിട്ട് ജിയ അങ്ങ് ചെന്നങ്ങ് ഇരിക്കുവാണ്. ശീശിയോങ് അപ്പോൾ കൈ പിടിക്കുന്നതിൽ എന്താ കുഴപ്പം, ഞാനും യുയും റിലേഷൻഷിപ്പിലായിരുന്ന ടൈമിന് ഞങ്ങളാകെ കൈ മാത്രമേ പിടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ്, ആണും പെണ്ണും തമ്മിലുള്ള റിലേഷനും ആണും തമ്മിലുള്ള റിലേഷനും നല്ല ഡിഫറൻ്റാണ്. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അതങ്ങ് നമ്മൾ ചെയ്യണം. ഇന്ന് യുയുടെ അടുത്ത് പോവാതെ അവൻ നിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ പ്ലാനെല്ലാം വർക്കാവുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് നീ അടുത്ത ലെവലിലേക്ക് കടക്ക്, ഇനി കൈ പിടിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശീശോങ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജിയാങ് അവൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശീശോങ് അത് കേട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല, എന്നെക്കൊണ്ടത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയോങ് അതെന്താ നിന്നെക്കൊണ്ട് പറ്റാത്തത്, നീ ഒരു ആൺകുട്ടിയല്ലേ എന്നിങ്ങനെ തിരിച്ച് പറയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.